കുപ്പികൾ എണ്ണിയാൽ എത്ര കുക്കുംബർ ഉണ്ടെന്ന് അറിയാൻ പറ്റും. വളരെ സിമ്പിൾ ടെക്നിക്കാണ്. നമ്മൾ ഈ കായ കുപ്പിക്കകത്ത് ആക്കുന്നു. എന്നിട്ട് കുപ്പി നമ്മുടെ പന്തലിലേക്കാണ് നമ്മൾ കെട്ടിയിടുന്നത്. ഈ വള്ളികൾക്കൊന്നും ഒരു കോട്ടവും പറ്റാത്ത രീതിയിൽ. ഹലോ, വെൽക്കം ബാക്ക്. പച്ചക്കറികളിൽ ഏറ്റവും ആദ്യമായിട്ട് പെട്ടെന്ന് കായ്ക്കുന്ന പയറും സാലഡ് കുക്കുംബറുമാണ് ഞാൻ ഇവിടെ കയറ്റി വിട്ടത്. അതിൽ പയർ നന്നായിട്ട് കായ്ച്ചു, സാലഡ് കുക്കുംബറാകട്ടെ പൂവിട്ടു, കാ വന്നു. പക്ഷേ ഈ കാകളിൽ ആദ്യത്തെ 2-3 പോയി. കാരണം ഈ ഈച്ച, പുഴു അങ്ങനെയുള്ള സാധനങ്ങൾ കുത്തി അവർ ചീത്തയായിപ്പോയി. ഇവരെ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇങ്ങനെ കുപ്പികൾ കെട്ടിത്തൂക്കി തുടങ്ങി. അപ്പോൾ ഇപ്പം എത്രത്തോളം സാലഡ് കുക്കുംബർ കായ്ച്ചു വരുന്നുണ്ടോ അതിനെല്ലാം ഓരോരോ കുപ്പി ഇടുവാണ്. അപ്പോൾ ഡെയിലി കാണും ഈ പരിപാടി. ഇത് നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാണ്. ആദ്യമേ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ പടമൊക്കെ അങ്ങ് കളയാം. ഇത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരുന്ന കുക്കുംബറിനെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പിന്നെ അടപ്പ് മാറ്റുന്നു. ഇനി നമുക്കുള്ളത് ഈ വിളക്ക് കത്തിക്കുക. അതിനുശേഷം എനിക്കിങ്ങനെ ഒരു ഷാർപ്പായിട്ടൊരു കമ്പിയുണ്ട്. അതെടുത്ത് നല്ലപോലെ ചൂടാക്കുക. ഒരു സൈഡിൽ നിന്ന് കയറ്റി ഒന്ന് പ്രസ് ചെയ്താൽ മതി. ദേ അപ്പുറത്തെ സൈഡിലേക്ക് ഇങ്ങനെ ത്രൂ ആയിട്ട് ഈ കുപ്പി നമ്മൾ ഇതിനകത്തൂടെ കയറ്റി വിടും. ഇനി നമുക്ക് ചെയ്യേണ്ട വേറൊരു കാര്യമാണ് ഇതൊന്ന് മുറിക്കുക എന്നുള്ളത്. ഈസിയാണ്. ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയാകുമ്പോൾ അധികം കട്ടിയില്ല. അപ്പോൾ നമുക്കിങ്ങനെ മുറിച്ച് കൊടുക്കാം. കംപ്ലീറ്റ് മുറിച്ച് മാറ്റരുത്, ഒരു ഏരിയ മാത്രം വിട്ട്. ദേ ഇങ്ങനെയാണ് വച്ചിരിക്കുന്നത്. കുറച്ച് ഏരിയ മുറിച്ചിട്ടുണ്ട്, കുറച്ച് ഏരിയ വിടിച്ചിട്ടേ ഇല്ല. ഇനി 1-2 ഹോൾ കൂടെ നമുക്ക് ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. ഇതിനകത്തൂടെ എയർ കയറും എന്നാൽ പോലും. ഇതിൻ്റെ അടിയിൽ ഹോൾ ഇടാൻ മറക്കരുത്, അല്ലെങ്കിൽ വെള്ളം ഇതിനകത്ത് പൂൾ ചെയ്ത് കിടക്കും. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ വെള്ളം ഇതിനകത്ത് പൂളായി പോകും. പിന്നെ ഇതെല്ലാം കൂടെ ഹാങ് ചെയ്ത് താഴോട്ട് പോരും. ഈ ഒത്ത നടുക്ക് വിടണം, അവിടെയാണ് വെള്ളം കൂടുതൽ പൂൾ ചെയ്യുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കയറെടുക്കുക. കയറ് നമ്മളിട്ട ഹോൾ വഴി കയറ്റണം. ഈ ഹോൾ വഴി കയറ്റി ഇപ്പുറത്തെ ഹോൾ വഴി ഇറക്കണം. യെസ്, ഇങ്ങനെയാക്കി. അപ്പോൾ ഇതിന് പല ഹോൾസുകളും നമ്മൾ ഇടയ്ക്കിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ഓപ്പണുമാണ്. ഈ ഒരു കുക്കുംബറിന് നമ്മൾ കുപ്പി കെട്ടി കൊടുത്തിട്ടില്ലായിരുന്നു. ഇന്ന് നമ്മൾ ഇതിന് കെട്ടിക്കൊടുക്കാം. സോ ഇതാണ് നമുക്ക് കെട്ടിക്കൊടുക്കേണ്ട കുക്കുംബർ. നമ്മൾ നമ്മുടെ കുപ്പി എടുക്കുന്നു, ഇതിനകത്തോട്ട് വെക്കുന്നു. എന്നിട്ട് ഈ കുപ്പിയുടെ വള്ളി പന്തലിൻ്റെ വള്ളിയിലേക്കാണ് കെട്ടിക്കൊടുക്കേണ്ടത്. നമ്മുടെ കുക്കുംബറിൻ്റെ വള്ളിയിൽ ഒരു ബലവും വരരുത്. അങ്ങനെ ഇവിടെ കെട്ടിവെച്ചു. സോ ഇങ്ങനെയാക്കി വെച്ചു നമ്മുടെ കുക്കുംബറിനെ. അപ്പോൾ ഇത് സേഫായിട്ട് ഇതിനകത്തിരുന്നോളൂ. ഇവിടെയും വലിയ ഒരെണ്ണമുണ്ട്, അതും ഏകദേശം മൂത്ത പരുവായിട്ടുണ്ട്. അങ്ങനെ കുപ്പികളുടെ എണ്ണം കൂടിക്കൂടി വരുന്നു. അപ്പോൾ കുപ്പികൾ എണ്ണിയാൽ കുക്കുംബറിൻ്റെ നമ്പറും അറിയാം. അപ്പം ഈ കുപ്പികൾ എത്രയുണ്ടെന്ന് എണ്ണിയാൽ മതി, എൻ്റെ കുക്കുംബർ എത്രയുണ്ടെന്നും അറിയാൻ പറ്റും. അങ്ങനെ ഡെയിലി കുപ്പികൾ കൂടിക്കൊണ്ടിരിക്കുന്നു, കുക്കുംബറും കൂടിക്കൊണ്ടിരിക്കുന്നു. പയറിൻ്റെ അതേ പന്തലിൽ കൂടെ തന്നെ ഇവരും കയറിപ്പോക്കോളും. അപ്പോൾ ഇത് രണ്ടും ഒന്നിച്ച് നട്ടാൽ വളരെ
പ്രയോജനമാണ്. നമുക്ക് സ്ഥലവും മെനക്കെടേണ്ട, ഒരേ വളം 2 പേർക്ക് ഒരേപോലെ കൊടുത്താൽ മതി. ചാലിക്ക് പൊള്ളും. അങ്ങനെ ഞങ്ങളിന്ന് ഒരു കുപ്പി കൂടെ ഹോളിട്ട് ഒരു വെള്ളരിക്ക കൂടെ ഞങ്ങൾ കുപ്പിക്കകത്താക്കാൻ പോവാം. അടുത്തതായിട്ട് നമ്മുടെ കുപ്പിക്കകത്തോട്ട് ഇവനെ കയറ്റണം. പൂവോടുകൂടി ഇങ്ങനെ കയറ്റുന്നു. എന്നിട്ട് നമ്മൾ കെട്ടുന്നത് നമ്മുടെ പന്തലിൻ്റെ കയറിലാണ്. ഇവന് യാതൊരു തട്ടലോ മുട്ടലോ കോട്ടലോ വരാതെ പതുക്കെ ജെന്റിലായിട്ട് പന്തലിൻ്റെ കയറയിലോട്ട് കെട്ടി. സോ ഇവൻ സേഫായിട്ട് കുപ്പിക്കുള്ളിലായി. അങ്ങനെ എൻ്റെ കുപ്പിക്കുള്ളിലെ ഭൂതങ്ങൾ പലരാകുന്നു. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്.